വീട്ടിൽ ഓവൻ ഇല്ലെങ്കിലും ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവന് വരുന്ന ഓവൻ സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. മുന്നത്തെ കുറേ വീഡിയോസ് നമ്മൾ കേക്ക് അതുപോലെ ബണ്ണ് അതൊക്കെ ഉണ്ടാക്കുന്നതാണ് ചെയ്തത്. ഇന്നിങ്ങനെയാണ് ഒരു തനി നാടൻ റസ്ക് നമ്മൾ ഈ ഓവൻ സെറ്റപ്പ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നോക്കുന്നത്. 1 കപ്പ് ഇളം ചൂടുവെള്ളം എടുക്കുന്നുണ്ട്. ഇത് 125 ml കപ്പാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് പൊടികൾ മിക്സ് ചെയ്യാം. ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മൈദപ്പൊടി ഒരു 250 ml കപ്പിലാണ് ഞാൻ ആദ്യം അളന്നെടുക്കുന്നത്. അത് കുറച്ചായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. ഈ സമയം ഇതിലേക്ക് ബട്ടറൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, ഓയിലും ചേർത്ത് കൊടുക്കാം. ഇത് കുഴക്കുന്ന മിക്സ് ചെയ്യുന്ന ടൈമിൽ സ്റ്റിക്കി ആകുമ്പം എന്തായാലും ഓയിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരുപാടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമയം ചേർക്കാത്തത്. ഈ മാവ് ഈ ഒരു പരുവത്തിലാകുന്നവരെ സ്പൂൺ കൊണ്ടാണ് ഞാൻ മിക്സ് ചെയ്തത്. ഇനി ഇത് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് കുഴച്ചെടുക്കാം. അതിനുശേഷവും കുറച്ച് മൈദപ്പൊടി ചേർത്തിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. പിന്നീട് ഇത് ഭയങ്കര സ്റ്റിക്കി ആകുന്ന ടൈമിൽ അതിലേക്ക് ഓയിൽ ചേർത്തിട്ടും ഇത് കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ അത് സ്റ്റിക്കി ആകുന്ന ടൈമിൽ കുറച്ചും കൂടി മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓയിലും മൈദപ്പൊടിയും മാറിയിട്ട് കുറച്ച് ചേർത്ത് കൊടുത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കാത്തൊരു രീതിയിലാകുന്നത് വരെ കുഴച്ചെടുക്കണം. ഇത് ആദ്യമായിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഇത് എത്ര കുഴച്ചാലും പശ പോലെ ഇരിക്കുമല്ലോ. അപ്പോൾ അതെന്താ റെഡിയാകാത്തതെന്ന് ചിന്തിക്കുന്നതാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. പണി കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ടത് കൗണ്ടർ ടോപ്പിലിട്ടൊരു 10-15 മിനിറ്റ് നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം. പിന്നെ ഈ റസ്ക് ഉണ്ടാക്കുമ്പോൾ ഫെയിൽ ആകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഒന്നാമത് നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ഓവൻ സെറ്റപ്പിൽ ഉണ്ടാക്കുമ്പം എന്തായാലും ബേക്ക് ആകും. പിന്നെയുള്ളതെന്ന് വെച്ചാൽ ഈ ഈസ്റ്റിൻ്റെ എക്സ്പയറി ഒക്കെ കഴിഞ്ഞ് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോഴാണ് ഇത് സക്സസ് ആവാതെ ഇരിക്കുള്ളൂ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയേ. നേരത്തെ ഉണ്ടായിരുന്ന ഒട്ടി പിടിക്കുന്ന മാവിനെ നമ്മൾ കുഴച്ച് സോഫ്റ്റാക്കി ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു 1 to 2 hour റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നേരത്തെ നമ്മളിത് മിക്സ് ചെയ്യാനെടുത്ത പാത്രത്തിൽ എണ്ണയൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് ഈ ഒരു ബോളും വെച്ച് അതിലും കുറച്ച് എണ്ണ തേച്ച് കൊടുത്ത് ഒരു തുണി വെച്ച് കവർ ചെയ്ത് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ബോളിൽ ഇതിൻ്റെ ഡബിൾ സൈസായിട്ട് പൊങ്ങി വരണം. സമ്മറൊക്കെ ആണെങ്കിൽ 1 hour കൊണ്ട് പൊങ്ങി വരുമെങ്കിലും വിൻ്ററാണ് അല്ലെങ്കിൽ തണുപ്പുള്ള ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. 2 hour ഒക്കെ കഴിഞ്ഞാലാണ് ഇത് ഡബിളായിട്ട് പൊങ്ങി വരിക. അതുവരെ വെയിറ്റ് ചെയ്യണം. ഒരു 2 മണിക്കൂറൊക്കെ ആയപ്പോൾ ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അതിലെ എയറൊക്കെ കളയാൻ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് ഈ ഒരു ഷേപ്പിലാക്കി ഒരു ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇതും ഒരു 1/2 to 1 hour ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ആ പൊങ്ങി വന്ന മാവിലേക്ക് ജസ്റ്റ് ഒന്ന് പാല് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഒഴിച്ചൊന്നും കൊടുക്കരുത്, ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് ബേക്ക് ചെയ്യാനുള്ള ടൈമായി പ്രീ ഹീറ്റ് ചെയ്ത ഓവൻ സെറ്റപ്പിലേക്ക് ഇതിനെ വെച്ച് കൊടുക്കണം. ഈ പ്ലേറ്റോട് കൂടി തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ മുകളിൽ കനലും വെയിറ്റൊക്കെ വെച്ച് കൊടുത്ത് ഇത് എല്ലാ ഭാഗത്തുനിന്നും ഹീറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് ഓവനിലെ പോലെ ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് 150 മുതൽ 180 ഡിഗ്രി വരെയുള്ള ചൂടിലാണ് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുക. അതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു ടെമ്പറേച്ചറിലാണ്, ഇപ്പം ഹൈ ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കേണ്ടത്. ഒരു 15 മിനിറ്റിനുള്ളിൽ ഇത് റെഡിയാകും. ചൂടൊന്ന് കുറയുമ്പം ഇത് സ്ലൈസ് ചെയ്തെടുക്കാം. വളരെ കട്ടിയായിട്ടല്ല, എല്ലാം ഈക്വലായിട്ട് ഈ ഒരു തിക്നെസ്സിൽ കാണിക്കുന്ന ഒരു തിക്നെസ്സിൽ സ്ലൈസ് ചെയ്തെടുക്കാം. ഇനി ഇത് എഗെയിൻ ബേക്ക് ചെയ്യണം. ആ സെയിം പ്ലേറ്റിൽ തന്നെ ബട്ടർ പേപ്പർ വിരിച്ച് അതിൻ്റെ മുകളിൽ ഇതിങ്ങനെ നിരത്തി വെച്ചിട്ട് എഗെയിൻ ബേക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഈ സോഫ്റ്റ് ആയിരിക്കുന്ന പരുവത്തിൽ നല്ല ക്രിസ്പി ആയിരിക്കാനാണല്ലോ ബേക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര ഹൈ ഫ്ലെയിമിലല്ല, നേരത്തെ ചെയ്തതിനേക്കാളും കുറച്ച് ലോ ഫ്ലെയിമിൽ കുറച്ചധികം ടൈം എടുത്തിട്ടാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോഴാണ് ഇത് എല്ലാം നടുകും സൈഡും എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത്. ഇത് ഏറ്റവും ബേസിക് ആയിട്ട് നാടൻ റസ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള റെസിപ്പിയാണ്. ഇതിലേക്ക് എസെൻസും ഫ്ലേവറും കാര്യങ്ങളും കളറും ബട്ടറും മിൽക്കും അതൊക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലതരത്തിലുള്ള റസ്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് പാർട്ട് 5 ആണ്. ഇതിൻ്റെ മുന്നിലത്തെ വീഡിയോസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാൻ കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഈ വീഡിയോസുള്ള ലൈക്ക് ചെയ്യാനും ഉണ്ടാക്കുന്ന നേരം കണ്ടു നോക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറന്നു പോകേണ്ട. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു നല്ല വീഡിയോ വീണ്ടും കാണാം.